ഹായ്, എൻ്റെ പേര് ഉണ്ണി. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് ഓക്സിജൻ തെറാപ്പി ഇൻ എ കോവിഡ് പേഷ്യൻറ്റ് എന്നൊരു ചെറിയ ടോപ്പിക്കിനെ കുറിച്ചാണ്. നമുക്കറിയാം, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡ്രഗ് ഇൻ എ കോവിഡ് പേഷ്യൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓക്സിജനാണെന്ന് നമുക്ക് പറയാം. കാരണം കോവിഡുമായിട്ട് ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻസ് കൂടുതലും റെസ്പിറേറ്ററി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഓക്സിജന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് കോവിഡ് പേഷ്യൻസിലുണ്ട്. അതുകൊണ്ട് അത് ഏതൊക്കെ പേഷ്യൻസിന് ഓക്സിജൻ, എല്ലാ കോവിഡ് പേഷ്യൻസിനും ഓക്സിജൻ അഡ്മിനിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല. ചില ഡെഫിനിറ്റീവായിട്ടുള്ള ഇൻഡിക്കേഷൻസ് ഉണ്ട് ഓക്സിജൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിന്. അങ്ങനെയുള്ള പേഷ്യൻസിന് മാത്രം ഓക്സിജൻ അഡ്മിനിസ്റ്റർ ചെയ്താൽ മതി. അതുപോലെ തന്നെ ഏതൊക്കെ മെത്തേഡ്സ് വഴി നമുക്ക് ഓക്സിജൻ കോവിഡ് പേഷ്യൻറ്റിൽ അഡ്മിനിസ്റ്റർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ബ്രീഫായിട്ടുള്ളൊരു ക്ലാസ്സാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ എല്ലാ കോവിഡ് പേഷ്യൻസിനും ഓക്സിജൻ തെറാപ്പിയുടെ ആവശ്യമില്ല. ഏതൊക്കെ പേഷ്യൻസിലാണ് ഓക്സിജൻ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് മെയിനായിട്ടുള്ള ഇൻഡിക്കേഷൻസ് ഫോർ ഓക്സിജൻ തെറാപ്പി ഇൻ എ കോവിഡ് പേഷ്യൻ്റ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഇൻഡിക്കേഷനാണ് SARI എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി ഇൽനെസ്. ഒരു പേഷ്യൻറ്റിന് സഡനായിട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ആ പേഷ്യൻറ്റിന് നമ്മൾ ഓക്സിജൻ കൊടുക്കണം. അതേപോലെ തന്നെ സെക്കൻഡ് ഇൻഡിക്കേഷനാണ് ഹൈപ്പോക്സിയ അല്ലെങ്കിൽ ഹൈപ്പോക്സീമിയ. പേഷ്യൻ്റ് SpO2 കുറവാണെങ്കിൽ നമ്മൾ ഓക്സിജൻ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം. ABG എടുത്ത് നോക്കുകയാണെങ്കിൽ ആ സമയത്ത് ബ്ലഡിലെ ഓക്സിജൻ്റെ അളവ് കുറവാണെങ്കിൽ, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ്റെ അളവ് കുറവാണെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻറ്റിന് ഡെഫിനറ്റായിട്ടും ഓക്സിജൻ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ മൂന്നാമത്തെ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ഷോക്കാണ്. എസ്പെഷ്യലി കോവിഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോംപ്ലിക്കേഷനാണ് സെപ്സിസ് എന്ന് പറയുന്നത്. സെപ്സിസ് അതിൻ്റെ ലേറ്റ് സ്റ്റേജിലോട്ട് പോകുമ്പോഴത്തേക്കും പേഷ്യൻ്റ് സെപ്റ്റിക് ഷോക്കിലോട്ട് പോകും. BP ഒക്കെ ഫാളായിട്ട് ആ സ്റ്റേജിൽ വൈറ്റിലെ ഓർഗൻസിനൊക്കെ പെർഫ്യൂഷൻ കുറവായിരിക്കും. അങ്ങനെയുള്ള പേഷ്യൻറ്റ് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേഷ്യൻറ്റിന് ഓക്സിജൻ അഡ്മിനിസ്റ്റർ ചെയ്യണം. പിന്നെ പേഷ്യൻ്റ് കോമ സ്റ്റേജിലുള്ള പേഷ്യൻസിന് സാധാരണയായിട്ട് പ്രൊട്ടക്റ്റീവ് എയർവേ റിഫ്ലക്സ് ഒക്കെ ഭയങ്കര കുറവായിരിക്കും. അങ്ങനെയുള്ള പേഷ്യൻസിനും നമ്മളെപ്പോഴും ഓക്സിജൻ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം. ഇഫ് പേഷ്യൻ്റ് അവസാനത്തെ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് കൺവെൻഷനാണ്. പേഷ്യൻ്റ് കൺവെൻഷനായിട്ട് പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ കോവിഡ് ഉള്ളൊരു പേഷ്യൻറ്റിൽ കൺവെൻഷൻസ് വരുവാണെങ്കിലോ അങ്ങനെയുള്ള പേഷ്യൻ്റ് മിക്കവാറും ചിലപ്പോൾ ബ്രെയിൻ ഹൈപ്പോക്സിയ വന്നിട്ടായിരിക്കും പേഷ്യൻ്റ് ചിലപ്പം കൺവെൻഷൻസ് വരുന്നത്. അപ്പം അങ്ങനെയുള്ള അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സെക്കൻഡറി കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള പേഷ്യൻസിനും ഓക്സിജൻ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം. ഇങ്ങനെ മെയിനായിട്ട് 5 ഇൻഡിക്കേഷൻസ് ആണ് ഉള്ളത് ഓക്സിജൻ തെറാപ്പി കോവിഡ് പേഷ്യൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന്. ഇനി നമുക്ക് ഈ ഇത്തരത്തിലുള്ള കോവിഡ് പേഷ്യൻസിന് എത്രയാണ് ഓക്സിജൻ സാച്ചുറേഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് നമുക്കൊരു ഇതുണ്ടാവും. അത് എന്തൊക്കെയാണ് നമ്മൾ നോക്കാം. ഇപ്പം ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ളൊരു പേഷ്യൻ്റ്, നല്ല സിക്കായിട്ടുള്ളൊരു പേഷ്യൻ്റ് ആണെങ്കിൽ 92 തൊട്ട് 96% വരെയാണ് SpO2 മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ വൾണറബിൾ ഗ്രൂപ്പ്സ് ആണെങ്കിൽ പ്രഗ്നൻറ്റ് ലേഡീസ്, ചിൽഡ്രൻസ് അങ്ങനെയുള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടെ SpO2 മെയിൻറ്റെയിൻ ചെയ്യണം. 96 മുതൽ 100% സാച്ചുറേഷൻ വരെ വേണമെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക അങ്ങനെയുള്ള പേഷ്യൻസിന്. ഇഫ് ദ പേഷ്യൻ്റ് ഈസ് എ COPD പേഷ്യൻറ്റ്, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് ഉള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അത്രയും ലോ സാച്ചുറേഷൻ മെയിൻറ്റെയിൻ ചെയ്താൽ മതിയാവുമായിരിക്കും. 89 തൊട്ട് 92 സാച്ചുറേഷൻ മതിയാവും. കാരണം അവർക്ക് നോർമലായിട്ടൊരു CO2 ഡ്രൈവ് വേണം, അവർക്ക് നോർമലായിട്ട് ബ്രീത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് അവരുടെ റെസ്പിറേറ്ററി സെൻറ്റർ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു CO2 ഡ്രൈവ് വേണം. അപ്പം അങ്ങനെയുള്ള പേഷ്യൻസിൽ കുറച്ചുകൂടെ ലോ ആയിട്ട് സാച്ചുറേഷൻ മെയിൻറ്റെയിൻ ചെയ്താൽ മതിയാവും. അപ്പം അത്രയും ഓക്സിജൻ കൊടുത്താൽ മതിയാവുമായിരിക്കും. അപ്പം ഇതാണ് മെയിനായിട്ടുള്ള ഇത് പറയുന്നത്. നമ്മുടെ ഏതൊക്കെ മെത്തേഡ്സ് ഓഫ് ഓക്സിജൻ ഡെലിവറിങ് കൊടുത്താലും നമ്മുടെ ഡെഫിനിറ്റീവ് എയർവേ എന്ന് പറയുന്നത് എപ്പോഴും എൻഡോട്രക്കിയൽ ഇൻറ്റുബേഷനാണ്. അപ്പം ചില പേഷ്യൻസിന് നമ്മൾ എൻഡോട്രക്കിയൽ ഇൻറ്റുബേഷനാണ്, ഡെഫിനിറ്റീവ് എയർവേ തന്നെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അത് ഏതൊക്കെ പേഷ്യൻസാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ARDS, മോഡറേറ്റ് ടു സിവിയർ ARDS ഉള്ള പേഷ്യൻറ്റിന്. ARDSന് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്നാണ് പറയുന്നത്. കോവിഡ് പേഷ്യൻസിൽ മോസ്റ്റ് കോമൺലി കണ്ടുവരുന്നൊരു കോംപ്ലിക്കേഷനാണ് ARDS എന്ന് പറയുന്നത്. ARDSന് തന്നെ പല കാറ്റഗറൈസേഷനുണ്ട്. മൈൽഡ് ARDS, മോഡറേറ്റ് ARDS, സിവിയർ ARDS എന്ന് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് മോഡറേറ്റ് ടു സിവിയർ ARDS ഉള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ എപ്പോഴും ഡെഫിനിറ്റീവ് എയർവേ ആയിട്ടുള്ള എൻഡോട്രക്കിയൽ ഇൻറ്റുബേഷനിലോട്ട് ആദ്യമേ തന്നെ പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ അതേപോലെ തന്നെ ഷോക്കിലുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു സെപ്സിസ് ഒരു മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷനാണ് കോവിഡുമായിട്ട് റിലേറ്റഡ് പെട്ടിട്ട്. പേഷ്യൻ്റ് സെപ്സിസിൽ അല്ലെങ്കിൽ സെപ്റ്റിക് ഷോക്കിലോട്ട് ആണ് പേഷ്യൻ്റ് പ്രസൻറ്റ് ചെയ്യുന്നത്.
എങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻറ്റിന് എയർലി എൻഡോട്രക്കിയൽ ഇൻറ്റുബേഷനാണ്, അതിൻ്റെ മെക്കാനിക്കൽ വെൻറ്റിലേഷനാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ കോമയിലുള്ള പേഷ്യൻസിന് ഇഫ് നമ്മൾ GCS ഗ്ലാസ്കോ കോമ സ്കെയിൽ വെച്ചിട്ട് പേഷ്യൻ്റെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് അസസ് ചെയ്യുമ്പോൾ ഇഫ് GSS ഇസ് ബിലോ 8 എയർലി എൻഡോട്രക്കിയൽ ഇൻറ്റുബേഷനാണ് ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളത്. അതേപോലെ തന്നെ മൾട്ടി ഓർഗൻ ഡിസ്ഫങ്ഷൻ, നമുക്കറിയാം ഇത് സെപ്സിസിൻ്റെ ലേറ്റ് സ്റ്റേജിൽ സെപ്സിസ് ബാക്കിയുള്ള ഓർഗൻസിനെയും കൂടി, എസ്പെഷ്യലി ലങ്സ്, കിഡ്നീസ്, ലിവർ, ബാക്കി എല്ലാ ഓർഗൻസിനെയും കൂടി ബാധിച്ച് കഴിയുമ്പോൾ മൾട്ടി ഓർഗൻ ഡിസ്ഫങ്ഷൻ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു ഇതിലോട്ട് ക്ലിനിക്കൽ സ്റ്റേജിലോട്ട് പേഷ്യൻ്റ് പോകും. അങ്ങനെയുള്ളൊരു സ്റ്റേജിലോട്ട് പേഷ്യൻ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ എൻഡോട്രക്കിയൽ ഇൻറ്റുബേഷനാണ് ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളത്. ഇനി ഏതൊക്കെ പ്രൊസീജിയറുകളാണ് നമ്മൾ ഹൈ റിസ്ക് ആയിട്ടുള്ളത്, ഹൈ എയറോസോൾ ജനറേറ്റിംഗ് പ്രൊസീജിയറുകളായിട്ടുള്ള എന്നൊരു കാര്യം കൂടി നമുക്ക് നോക്കാം. ഒന്ന് സക്ഷൻ ചെയ്യുന്നത്, പേഷ്യൻ്റ് സക്ഷൻ ചെയ്യുന്നത്, എൻഡോട്രക്കിയൽ ഇൻറ്റുബേഷൻ ചെയ്ത് സക്ഷൻ ചെയ്യുന്നത് എപ്പോഴും നമുക്ക് ഹൈ റിസ്ക് പ്രൊസീജിയറാണ് ഹെൽത്ത് പ്രൊഫഷണൽസിനെ സംബന്ധിച്ച്. കാരണം അത് ഹൈ എയറോസോൾ ജനറേറ്റിംഗ് പ്രൊസീജിയറാണ്. അതുകൊണ്ട് യു ഓൾവേസ് യൂസ് ക്ലോസ്ഡ് സെക്ഷൻ. ഓപ്പൺ സെക്ഷനേക്കാളും കൂടുതൽ ക്ലോസ്ഡ് സെക്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് നമുക്കുള്ള ഇൻഫെക്ഷൻ കുറയ്ക്കാൻ വരും. ക്ലോസ്ഡ് സെക്ഷൻ ആകുമ്പോഴത്തേനും നമുക്ക് ഡയറക്റ്റ് പേഷ്യൻ്റ് സെക്രീഷൻസുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്നില്ലാത്ത ഒരു സംഭവമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഡിവൈസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ കുറവായിരിക്കും. പിന്നെ ഓൾവേസ് എൻകറേജ് മീറ്റേഡ് ഡോസ് ഇൻഹേലേഴ്സ്, MDI വിത്ത് സ്പേസർ യൂസ് ചെയ്യാൻ പറയുക ഇൻസ്റ്റെഡ് ഓഫ് നെബുലൈസേഷൻ ഹൈ റിസ്ക് പ്രൊസീജിയറാണ്, ഹൈ എറോസോൾ ജനറേറ്റിംഗ് പ്രൊസീജിയറാണ്, ഇൻഫെക്ഷൻ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് നമുക്ക്. അതുകൊണ്ട് നമുക്ക് മാത്രമല്ല ബാക്കി അടുത്ത് നിൽക്കുന്ന എല്ലാവർക്കും, അടുത്ത് കിടക്കുന്ന ഒരു പേഷ്യൻസിന് ഉൾപ്പെടെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം എപ്പോഴും നെബുലൈസേഷൻ എൻകറേജ് ചെയ്യാണ്ട് മീറ്റർ ഡോസ് ഇൻഹേലേഴ്സ് വിത്ത് സ്പേസറുമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറയുക. അപ്പം റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ കുറവായിരിക്കും. അതേപോലെ തന്നെ പിന്നെ പ്രൊസീജിയറാണ് ടേണിംഗ് ദ പേഷ്യൻറ്റ് ടു പ്രോൺ. നമുക്കറിയാം ARDS ഒക്കെ ഉള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ നമുക്ക് മിക്കവാറും പേഷ്യൻറ്റ് കമഴ്ത്തി കിടത്തേണ്ടി വരും, പ്രോൺ പൊസിഷനിൽ കിടത്തേണ്ടി വരും 24 hours. അങ്ങനെയുള്ള പേഷ്യൻസിന് ബെറ്റർ റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ പേഷ്യൻറ്റ് തിരിച്ച് കിടത്തുന്നത്, പ്രോൺ പൊസിഷനിൽ കിടത്തുന്നത് എഗെയിൻ ഹൈ റിസ്ക് പ്രൊസീജിയറാണ്. ആഡിക്വേറ്റ് ഹ്യൂമൻ റിസോഴ്സസ് ഇല്ലാണ്ട് ഒരിക്കലും പേഷ്യൻറ്റിനെ പ്രോൺ പൊസിഷനിൽ കിടത്താൻ പോകരുത്. എഗെയിൻ മാനുവൽ വെന്റിലേഷൻ, ബാഗ് ആൻഡ് മാസ്ക് വെന്റിലേഷൻ ഉപയോഗിച്ച് പേഷ്യൻറ്റിനെ വെന്റിലേറ്റ് ചെയ്യുന്നത് ഹൈ റിസ്ക് പ്രൊസീജിയറാണ്, ഹൈ എയറോസോൾ ജനറേറ്റിംഗ് പ്രൊസീജിയറാണ്. കെയർഫുള്ളായിട്ട് മാത്രമേ ഇങ്ങനെയുള്ള പ്രൊസീജിയർ അഡ്മിനിസ്റ്റർ ചെയ്യാവുള്ളൂ. CPR, ഈ പേഷ്യൻ്റ് കാർഡിയക് അറസ്റ്റിൽ പോവുകയാണെങ്കിൽ CPR നമ്മൾ ഡെഫിനറ്റീവായിട്ട് നമ്മൾ CPR കൊടുക്കണം. പക്ഷേ എപ്പോഴും ഓർത്തിരിക്കുക, CPR കൊടുക്കുന്ന എഗെയിൻ നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ്റെ സമയത്ത് എഗെയിൻ എയറോസോൾ ജനറേറ്റിംഗ് പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയർ നമുക്ക് ഇൻഫെക്ഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് കോവിഡ് പേഷ്യൻറ്റിൽ ഓക്സിജൻ കോമൺ ആയിട്ട് ഡെലിവറി ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യേണ്ടതും നമ്മൾ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് നമ്മൾ കോമൺ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇത്രയാണ്. ഇനി മെയിനായിട്ട് ഏതൊക്കെയാണ് ഓക്സിജൻ ഡെലിവറിങ് ഡിവൈസസ് എന്ന് നോക്കാം. നമ്മുടെ ക്ലിനിക്കൽ സെറ്റിങ്സിൽ സാധാരണയായിട്ട് പേഷ്യൻസിന് ഓക്സിജൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ ഡെലിവറി ചെയ്യുന്ന ഡിവൈസസ് ഏതൊക്കെയാണെന്നുള്ള മെയിനായിട്ടുള്ള ഡിവൈസസ് നമുക്ക് നോക്കാം. ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് ലോ ഫ്ലോ ഓക്സിജൻ അഡ്മിനിസ്ട്രിങ് ഡിവൈസസും ഉണ്ട്, ഹൈ ഫ്ലോ ഓക്സിജൻ അഡ്മിനിസ്ട്രിങ് ഡിവൈസസും ഉണ്ട്. മോസ്റ്റ് കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ലോ ഫ്ലോ ആയിട്ട് ഓക്സിജൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഒരു ഇതാണ് നേസൽ പ്രോങ്സ് എന്ന് പറയുന്നത്. അതിന് നേസൽ പ്രോങ്സിന് ഓൾമോസ്റ്റ് 2 to 4 ലിറ്റർ ഓഫ് ഓക്സിജനാണ് നേസൽ പ്രോങ്സ് വഴി സാധാരണയായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ലോ ഫ്ലോ ഓക്സിജൻ ഡെലിവറിങ് ഡിവൈസസ് ആണ്. അതിൻ്റെ FiO2 ഓൾമോസ്റ്റ് 24 to 28% വരെ FiO2 മെയിൻറ്റെയിൻ ചെയ്യത്തക്കവണ്ണം മാത്രമേ ഇത് ചെയ്യാൻ നേസൽ പ്രോങ്സ് വഴി ഓക്സിജൻ ഡെലിവറി ചെയ്യാൻ പറ്റത്തുള്ളൂ. പേഷ്യൻറ്റിന് കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും, കാരണം ചെറിയ 2 നേസൽ ക്യാനിലെയാണ് നോസിലോട്ട് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നത്. പേഷ്യൻറ്റ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും നേസൽ ക്യാനില യൂസ് ചെയ്യുമ്പോൾ. മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് സെക്കൻഡ് മെത്തേഡാണ്, സിമ്പിൾ ഫേസ് മാസ്ക് ആണ്. സിമ്പിൾ ഫേസ് മാസ്ക് അതിന് നമുക്ക് അല്ലെങ്കിൽ ഹഡ്സൺ മാസ്ക് എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. ഏറ്റവും മോസ്റ്റ് കോമൺലി ആയിട്ടുള്ള ക്ലിനിക്കൽ സെറ്റിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫേസ് മാസ്ക് വഴിയാണ് ഓക്സിജൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. അതിൽ 6 to 10 ലിറ്റർ ഓഫ് ഓക്സിജൻ വരെ അപ് ടു 10 ലിറ്റർ ഓഫ് ഓക്സിജൻ വരെ നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റും. സാച്ചുറേഷൻ പേഷ്യൻ്റ് സാച്ചുറേഷൻ ആഡിക്വേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യത്തക്കവണ്ണം
6 to 10 ലിറ്റർ ഓഫ് ഓക്സിജൻ വരെ ഇതിനകത്ത് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മൂന്നാമത്തതാണ് വെഞ്ചുറി മാസ്ക് എന്ന് പറയുന്നത്. വെഞ്ചുറി മാസ്ക് എന്ന് പറയുമ്പോഴത്തേനും സാധാരണ സിമ്പിൾ ഫേസ് മാസ്കിനേക്കാളും ചെറിയ വ്യത്യാസമുള്ളൂ. അതിൽ വെഞ്ചുറി മാസ്കിൽ ചില കളർ കോഡഡ് ആയിട്ടുള്ള അഡാപ്റ്ററുകളുണ്ടാവും. ഗ്രീൻ, യെല്ലോ, റെഡ് അങ്ങനെ പലതരത്തിലുള്ള അഡാപ്റ്ററുകളുണ്ടാവും. ആ അഡാപ്റ്ററിന് ഹോൾസും ഉണ്ടാവും. ആ ഹോൾസ് വഴിയായിട്ട് പുറത്തുള്ള പുറത്തുള്ള എയറുമായിട്ട് ഓക്സിജൻ മിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പല രീതിയിലുള്ള FaO2 മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. 28% FaO2 മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, 32% FaO2 മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, 36% ഓക്സിജൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ പലതരത്തിലുള്ള FaO2 മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തക്കവണ്ണമാണ് വെഞ്ചുറി മാസ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. നാലാമതാണ് NRBM എന്ന് പറയുന്നത്. NRBM എന്ന് പറയുമ്പോഴത്തേനും മാസ്ക് വിത്ത് റിസർവോയർ ബാഗാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു സാധാരണ ഫേസ് മാസ്കിൻ്റെ കൂടെ തന്നെ റിസർവോയർ ബാഗ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് NRBM എന്ന് പറയുന്നത്. അതാണ് SpO2 ഏറ്റവും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഓക്സിജൻ ഡെലിവറിങ് ഡിവൈസാണ്. അപ് ടു 90% വരെ FaO2 മെയിൻറ്റെയിൻ ചെയ്യത്തക്കവണ്ണം NRBMൽ നമുക്ക് ഓക്സിജൻ കൊടുക്കാൻ പറ്റും. ഫൈനലി HFNC എന്ന് പറയുന്ന ഒരു ഡിവൈസുണ്ട്, ഹൈ ഫ്ലോ നേസൽ ക്യാനില എന്നാണ് അറിയപ്പെടുന്നത്. അത് സാധാരണ ക്ലിനിക്കൽ സെറ്റിങ്സിൽ കാണാറില്ല, പക്ഷേ ഇങ്ങനെയൊരു ഡിവൈസസ് കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി ടൈപ്പ് 1 റെസ്പിറേറ്ററി ഫെയിലിയറിലൊക്കെ HFNC പോലെയുള്ള സാധനങ്ങൾ, കുറച്ച് മോഡേൺ ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. അപ് ടു 10 to 60 ലിറ്റർ 60 ലിറ്റർ വരെ ഓക്സിജൻ നമുക്കതിനകത്ത് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റും. സാധാരണ ഒരു ക്ലിനിക്കൽ സെറ്റിങ്ങിൽ അത് യൂസ് ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ICUകളിൽ അല്ലെങ്കിൽ ICUകളിലാണ് സാധാരണയായിട്ട് ഹൈ ഫ്ലോ നേസൽ ക്യാനില നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ മെയിനായിട്ടും ഇത്തരത്തിലുള്ള 5 ഡിവൈസസാണ് ഓക്സിജൻ ഡെലിവറിങ്ങിന് വേണ്ടിയിട്ട് കോവിഡ് പേഷ്യൻസിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കോവിഡ് പേഷ്യൻറ്റിൽ ഓക്സിജൻ അഡ്മിനിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ റിസ്ക് പ്രൊസീജിയറാണ്. കാരണം ഈ ഓക്സിജൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എയറോസോൾ ജനറേഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് ഈ എയറോസോൾ കൊണ്ട് ഇൻഫെക്ഷൻ കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പം PPE ഇടാണ്ട് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഓക്സിജൻ അഡ്മിനിസ്ട്രേഷൻ പോലുള്ള പ്രൊസീജിയറുകൾ കോവിഡ് പേഷ്യൻറ്റിൽ ചെയ്യുന്നത് ഹൈ റിസ്ക് ആണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. അതിൽ തന്നെ ഏറ്റവും ഈ പറഞ്ഞതിൽ ഏറ്റവും മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് സിമ്പിൾ ഫേസ് മാസ്ക് ആണ്. സിമ്പിൾ ഫേസ് മാസ്ക് ആണെങ്കിലും വെഞ്ചുറി മാസ്ക് ആണെങ്കിലും നമുക്ക് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ ഹൈ ആണ്. അപ്പം അത് കിട്ടാണ്ടിരിക്കാനായിട്ട് സിമ്പിൾ ഫേസ് മാസ്കിൻ്റെ മേലെ ഒരു ഡബിൾ ലെയർ മാസ്കോ അല്ലെങ്കിൽ ട്രിപ്പിൾ ലെയർ മാസ്കോ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റിൽ നിന്നുള്ള എക്സ്പോഷർ അവിടുന്ന് ഓക്സിജൻ കൊടുക്കുന്നതുകൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന എയറോസോൾ മിനിമൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഏത് ഓക്സിജൻ ഫ്ലോ ഡിവൈസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഫ്ലോ ഡിവൈസിൻ്റെ മുകളിൽ പേഷ്യൻറ്റിനോട് ചേർന്ന് ഒരു സിമ്പിൾ ഫേസ് മാസ്ക്, ഡബിൾ ലെയർ ആണെങ്കിലും കുഴപ്പമില്ല, ട്രിപ്പിൾ ലെയർ മാസ്ക് ആണെങ്കിലും കുഴപ്പമില്ല, അതും കൂടെ ചേർത്ത് വെച്ചിട്ട് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഓർക്കുക. അതേപോലെ തന്നെ ഒരിക്കലും കോവിഡ് പേഷ്യൻസിൽ മാസ്ക് വെക്കാണ്ട് ഓക്സിജൻ സ്റ്റാർട്ട് ചെയ്യരുത്. പേഷ്യൻ്റെ മുഖത്ത് ഓക്സിജൻ ഡെലിവറി ഡിവൈസ് വയ്ക്കുക, അതിൻ്റെ മുകളിൽ മാസ്ക് വയ്ക്കുക, എന്നിട്ട് മാത്രം ഓക്സിജൻ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുക. മറ്റ് പേഷ്യൻസിൽ നിന്ന് ഡിഫറൻ്റ് ആണ്. അത് നമുക്ക് ഇൻഫെക്ഷൻ കിട്ടാണ്ടിരിക്കാനുള്ളൊരു രീതിയാണ്. ഇനി ഇത്രയും സാധനങ്ങൾ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട്, ഡെലിവറി ഡിവൈസസ് ഉപയോഗിച്ചിട്ട് പേഷ്യൻ്റെ സാച്ചുറേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡ്സിലോട്ട് പോകുന്നു. അപ്പം അങ്ങനെയുള്ള ഏറ്റവും മോസ്റ്റ് NIV നോൺ ഇൻവേസീവ് വെന്റിലേഷൻ അപ്പോഴാണ് യൂസ് ചെയ്യുന്നത്. NIV പോലുള്ള മെത്തേഡുകൾ അപ്പോഴാണ് യൂസ് ചെയ്യുന്നത്. NIV മെത്തേഡ്സിൽ മെയിനായിട്ടും 2 രീതികളാണുള്ളത്. ഒന്ന് CPAP, രണ്ടാമത്തത് BiPAP. CPAP എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷറാണ്. രണ്ടാമത്തത് BiPAP എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈ ലെവൽ പോസിറ്റീവ് എയർവേ പ്രഷറാണ്. ഇത് പോർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മെഷീൻസ് വെച്ചിട്ട് ഹൈ ഫ്ലോ ആയിട്ട് ഓക്സിജൻ പേഷ്യൻറ്റിന് കൊടുക്കുന്ന 2 ഡിവൈസസാണ് CPAPും BiPAPും. CPAPും BiPAPും നമുക്ക് വെന്റിലേറ്ററിൽ നിന്ന് തന്നെ വേണമെങ്കിൽ പേഷ്യൻറ്റിന് സ്റ്റാൻഡേർഡ് വെന്റിലേറ്റർ ഉപയോഗിച്ച് പേഷ്യൻറ്റിന് കൊടുക്കാം. അതേപോലെ തന്നെ പോർട്ടബിൾ ആയിട്ടുള്ള മെഷീൻസ് ഉണ്ട്, നമുക്ക് കയ്യിലെടുത്തുകൊണ്ട് നടക്കാൻ പറ്റുന്ന ചെറിയ മെഷീൻസ് ഉണ്ട്. ആ മെഷീൻസ് യൂസ് ചെയ്തിട്ടും വേണമെങ്കിൽ നമുക്ക് CPAP അല്ലെങ്കിൽ BiPAP NIV വെന്റിലേഷൻ പേഷ്യൻറ്റിൽ കൊടുക്കാൻ പറ്റും. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ NIV ഈസ് അഗെയിൻ ഹൈ എറോസോൾ ജനറേറ്റിംഗ് പ്രൊസീജിയറാണ്. നമുക്ക് ഇൻഫെക്ഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം PPE ഇടാണ്ട് ഒരു കാരണവശാലും പേഷ്യൻറ്റിൽ NIV പോലെ ഡിവൈസസ് യൂസ് ചെയ്യരുത്. മെയിനായിട്ടും ഡിഫറൻസസ് കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷറിനകത്ത് ഒരു പ്രഷറാണ് നമ്മൾ ത്രൂ ഔട്ട് ദ ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ്റെ ടൈമിൽ ഒരു പ്രഷറാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്.
ആ പ്രഷറിൽ ആണ് നമ്മൾ ഓക്സിജൻ്റെ ഫ്ലോ അതിനകത്ത് ഡിവൈസിനകത്ത് വരുന്നത്. ബൈ ലെവൽ പോസിറ്റീവ് എയർവേ പ്രഷറിനകത്ത് 2 പ്രഷർ സെറ്റ് ചെയ്യുന്നുണ്ട്. ആ ഡിവൈസിനകത്ത് തന്നെ നമുക്ക് പ്രഷർ സെറ്റ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഇൻസ്പിറേറ്ററി പ്രഷറും സെറ്റ് ചെയ്യാൻ പറ്റും, എക്സ്പിറേറ്ററി പ്രഷറും സെറ്റ് ചെയ്യാൻ പറ്റും. സ്വാഭാവികമായിട്ടും ഇൻസ്പിറേറ്ററി പ്രഷറാണ് എപ്പോഴും ഹൈ ആയിട്ട് നിൽക്കുന്നത്. ഇൻസ്പിറേഷൻ്റെ സമയത്താണ് കൂടുതൽ എയർവേ പ്രഷർ വേണ്ടത്. അപ്പം ഹൈ പ്രഷറായിരിക്കും ഇൻസ്പിറേഷൻ്റെ സമയത്ത് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. എക്സ്പിറേഷൻ്റെ സമയത്ത് ലോ പ്രഷറായിരിക്കും നമ്മൾ സാധാരണ സെറ്റ് ചെയ്യുന്നത്. മോസ്റ്റ് കോമൺലി 10 സെൻറ്റിമീറ്റർ ഓഫ് വാട്ടർ അല്ലെങ്കിൽ ആണ് ഇൻസ്പിറേഷൻ്റെ സമയത്ത് സെറ്റ് ചെയ്യുന്നത്. എക്സ്പിറേഷൻ്റെ സമയത്ത് 5 സെൻറ്റിമീറ്റർ വാട്ടറും സാധാരണ രീതിയിൽ സെറ്റ് ചെയ്യാം. അപ്പം CPAP-നേക്കാളും കുറച്ചുകൂടെ എഫക്റ്റീവാണ് BiPAP എന്ന് നമുക്ക് പറയാം.